ഓ, നിങ്ങൾ ആ ഓഫീസറെ പോയി കണ്ടാ മതി. ഒക്കെ നമുക്ക് റെഡിയാക്കാം. പിടിച്ചു മാറ്റൂ. അസിസ്റ്റൻസ് എവിടെ? ഇതേതാ ഞാൻ വരാൻ വൈകില്ലല്ലോ. ഓക്കെ ഓക്കെ വൺസ് മോർ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ദൈവമേ, ഒരുത്തനെ കൊണ്ട് സഹിക്കാൻ വയ്യ. അതാ വേറെ ഡയറക്ടർ. എനിക്ക് ഇവിടെ എന്തേ? അല്ല, ഞാൻ ഈ മോണിറ്ററിന്റെ ഇവിടെ വാ. എന്താ ഇവിടെ വരാൻ. ഓ, ഒരമാരണം കുത്തിയും പറിച്ച് വരും. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ തന്നെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. സാറാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. സാറിനെ കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്തിന്? എന്റെ പേര് ആന്റണി. അതിന് പറഞ്ഞുതരാം. ഇത് പോലീസ് ഡ്രസ്, പിന്നെ വക്കീൽ കോട്ട്, പൈലറ്റിന്റെ കോട്ട്, ഡോക്ടറുടെ കോട്ട്, അങ്ങനെ ഏത് വേഷത്തിന് പറ്റിയ ഡ്രസ്സും എന്റെ അടുത്തുണ്ട്. അപ്പൊ തുണിക്കച്ചവടക്കാരനാണോ? ഇതൊന്നും ഇവിടെ വേണ്ട. എല്ലാം കോസ്റ്റ്യൂമറുടെ കയ്യിലുണ്ട്. അയ്യോ, അതല്ല, ഇതിൽ ഏത് വേഷം വേണമെങ്കിലും ഞാൻ ചെയ്യാം. പിന്നെ ഡ്രസ് എന്റെ സ്വന്തമായതുകൊണ്ട് സാർ അതിന് വാടകയും തരണ്ട. പിന്നെ അത് മാത്രമല്ല, തിരക്കഥാകൃത്തിനുള്ള ജുബ്ബ, ഡയറക്ടർക്കുള്ള ജുബ്ബ, ഇതെല്ലാം എന്റെ കയ്യിലുണ്ട്. എടാ, തന്നോടല്ലേ പറഞ്ഞത് വേണ്ടാന്ന്? സാറിന് ഞാൻ സ്പെഷ്യലായിട്ട് കണ്ടോളാം, എങ്ങനെ വേണമെങ്കിലും. പറയാൻ പറഞ്ഞു, ഞാനിവിടുത്തെ വില്ലേജ് ഓഫീസറാ. വില്ലേജ് ഓഫീസറോ? ആണോ? വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്യൂൺ. ഈ പ്യൂൺ ഒരു ഓഫീസർ ആണല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി കാർഡ് കാണിക്കാം. ഇതാണോ ഐഡന്റിറ്റി കാർഡ്? ഇത് രാവിലെ കിട്ടി കൈക്കൂലിയാ. പ്രൊഡ്യൂസർ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. അനിയ, ആരാ ഇതിന്റെ പ്രൊഡ്യൂസർ? ഓ, പ്രൊഡ്യൂസർ അന്വേഷിക്കാൻ നടക്കണേ. ഇയാൾക്ക് എന്തൊക്കെ അറിയണം? പോടോ, ഓരോരോ പൊട്ടമാരി. പുച്ഛിക്കണ്ട. ഒരിക്കൽ ഞാൻ സ്റ്റാർ ആയിട്ട് വരുമ്പോ നീയൊക്കെ സാറേന്ന് വിളിക്കും. ഇതുവരെ റൂം റെഡിയായില്ലേ? റീനക്ക് എസി റൂം ഓക്കെ ആണല്ലോ അല്ലേ? ആ, നാളെ തരാമെന്നാ മാനേജർ പറഞ്ഞത്. ഓ, അപ്പൊ നാളെ ശരിയാവും അല്ലേ? പിന്നെ എന്നാ റീന മാഡം ചെല്ല്, നാളെ എസി റൂം കിട്ടും. നാളെ സാർ വാക്കുമാറില്ലല്ലോ. എങ്കിലേ എന്റെ നിറം മാറും. ഇവക്ക് എസി റൂം കൊടുത്തിട്ട് എന്ത് കിട്ടാൻ? ഡയറക്ടർ വരെ തൊഴുത്തിലാ കിടക്കണത്. നിറം മാറുന്നതൊക്കെ കൊള്ളാം, എന്റെ മുമ്പിൽ ഒന്ന് തുണി മാറാണ്ടിരുന്നാ മതി. ഹലോ സാർ, നമുക്ക് അടുത്ത ഷോട്ട് ക്രെയിനിലെടുത്തോ സാർ? ക്രെയിനിൽ. പിന്നെന്താ, ആ പോറ്റിയെ കാണുന്നില്ലല്ലോ. സ്ക്രിപ്റ്റ് ആണെങ്കിൽ അയാളുടെ കയ്യിലല്ലേ? അയാൾ ആ ജാനകിയുടെ കൂടെ അങ്ങനെ കാണും. സ്ക്രിപ്റ്റ് റൈറ്ററെ ഞാൻ വിളിപ്പിച്ചിരുന്നു, ഇതുവരെ എത്തിയില്ല. ഓ, ബോധം വന്ന് കാണില്ല. ബോധം വീഴുമ്പോൾ ക്യാഷ് ചോദിക്കും, അല്ലെങ്കിൽ കുപ്പി ചോദിക്കും. കുപ്പിയാകുമ്പോ കുറച്ച് ക്യാഷ് അല്ലേ ആകത്തുള്ളൂ. ഷൂട്ട് കഴിയുമ്പോഴെങ്കിലും അയാൾക്ക് ബോധം വീഴോ? ഓ, സ്ക്രിപ്റ്റ് റൈറ്റർക്ക് എങ്ങനെ ക്യാഷ് കൊടുക്കാതിരിക്കാന്നാ പ്രൊഡ്യൂസർ ആലോചിക്കുന്നത്. അല്ലാതെ പിന്നെ. നമസ്കാരം. റീന ഇരിക്കൂ. സാർ, ഒരു പടം ചെയ്ത് ഹിറ്റ് ആക്കിയതുകൊണ്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കാൻ തയ്യാറായത്. അല്ലാതെ മലയാളത്തിൽ അഭിനയിക്കാനുള്ള കൊതി കൊണ്ടല്ല. റീനയ്ക്ക് നമ്മുടെ സെറ്റപ്പ് ഒക്കെ ഇഷ്ടമായില്ലേ? എനിക്ക് ഇവിടുത്തെ സെറ്റപ്പ് തീരെ പിടിക്കുന്നില്ല. അതെ, റീന വലിയ സെറ്റപ്പിൽ നിന്ന് വരുന്നുണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പിന്നെ എന്തിനാണ് സാർ എന്നെ ഇതിലേക്ക് വിളിച്ചത്? ഓ, ഏതെങ്കിലും ചെലവ് കുറഞ്ഞ ആർട്ടിസ്റ്റിനെ വെച്ചാ പോരായിരുന്നോ? ഇതിലെ ക്യാരക്ടർ ചെയ്യാൻ റീനയാണ് ആപ്റ്റ് എന്ന് തോന്നി, അതാ ഞാൻ സജസ്റ്റ് ചെയ്തത്. സത്യം പറയാലോ, ഞങ്ങൾക്ക് ഈ സെറ്റപ്പ് പോയി പൊരുത്തപ്പെടാൻ തീരെ കഴിയില്ല. തുടക്കത്തിലുള്ള പ്രശ്നമേ ഉള്ളൂ, പിന്നെ ശരിയായിക്കോളും. അതെ അതെ. നമസ്കാരം സാർ, എന്റെ പേര് ആന്റണി. ഞാൻ ഒന്ന് രണ്ട് സിനിമ മോഹം കാണിച്ചിട്ടുണ്ട്. സാറിന്റെ ഈ പടത്തിൽ എന്തെങ്കിലും ഒരു വേഷം. സാർ അങ്ങനെ പറയരുത്. ഞാൻ കാല് പിടിക്കാം, സാറിന്റെ കാല് ഞാൻ പിടിക്കാം. എന്തെങ്കിലും ഒരു വേഷം പ്ലീസ് സാർ. ഒരുപാട് നാളായി ഞാൻ ഇങ്ങനെ നടക്കുന്നു. എനിക്ക് ഒരു സ്റ്റാർ ആവാൻ വലിയ ആഗ്രഹമാണ് സാർ. പ്ലീസ് സാർ, സാറിന് മറ്റേ കാലം വേണം. എന്താണ്? സോറി സോറി സോറി. കനക, എടാ ആന്റണി, നീ എന്താ ഇവിടെ? ചാൻസ് വെച്ച് വന്നതാ? ഞാനോ? എടാ, ഞാൻ ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. ഈ പടത്തിന്റെയോ? അതെ. നീയോ? സത്യം? നീ ഇങ്ങ വന്നേ, ഞാൻ പറയാം. കണ്ടിട്ട് സത്യം പറഞ്ഞ എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്തുമാത്രം ആഗ്രഹിച്ച നിന്നെ ഒന്ന് കാണാൻ. ഞാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിന്നെ കാണാനാണ്. സത്യത്തില് കർത്താവാണ് എന്നെ നിന്റെ മുമ്പിൽ എത്തിച്ചത്. നീ രവീന്ദ്രനെ പിന്നെ കണ്ടോ? ഇല്ല, എന്നെങ്കിലും ഒരിക്കലും അവൻ എന്റെ മുമ്പിൽ ഒന്ന് ചാടും.
അന്ന് ഞങ്ങൾ ഒരാളെ ജീവിക്കും. അത് പോട്ടെ. എന്തായാലും എനിക്ക് സന്തോഷമായി. നീ വലിയ ആളായല്ലോ. പഴയ ദുരനുഭവം വെച്ചിട്ട് എല്ലാം വെച്ച് കെട്ടിയതാ. എന്നാലും ഒരാഗ്രഹം. പണ്ട് നമ്മൾ ഒരുമിച്ച് കുറെ അലഞ്ഞിരിഞ്ഞ് നടന്നല്ലേ. അത് തന്നെ എന്റെ ഭാര്യ ഗ്രേസിയും പറയുന്നത്. സിനിമാ പ്രാന്തിന് മാത്രം ഒരു ചികിത്സയില്ലെന്ന്. ഇതിവിടെ വന്ന ഈ ശല്യം. ഇവനെന്റെ ബാല്യകാല സുഹൃത്താ. ആഹാ, നിങ്ങൾ രണ്ടുപേരും ചങ്ങാതിവരാണല്ലേ? രണ്ടല്ല, 3 പേരായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടിയാ പണ്ട് സിനിമ പിടിക്കാൻ ഇറങ്ങിയത്. ഇവനായിരുന്നു ഞങ്ങളുടെ തല. ഓഹോ, അപ്പൊ മറ്റേയാളവിടെ ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന പൈസയായിട്ട് അവൻ മുങ്ങി. ഇതൊരു പൊങ്ങിയില്ല. അതൊക്കെ പിന്നെ പറയാം. ദാ ഇവനൊരു നല്ല വേഷം കൊടുത്തേക്ക്. അത് പിന്നെ പറയാനുണ്ടോ? സാറിന്റെ കളഞ്ഞു കിട്ടിയ ചങ്ങാതിയല്ലേ? സോറി കേട്ടോ. കാലിന് കുഴപ്പം- അയ്യോ ഇല്ല ഇല്ല. പണി പാളിയല്ലേ സാറേ. നോക്ക്. അനി, അന്നേ, ആൽബി, ഇവിടെ ആരും ഇല്ലേ? ഇന്നെന്താ വല്ല ഗമയിലാണല്ലോ. അല്ലെങ്കിലും നിങ്ങൾക്കാർക്കും എന്നെ ഒരു മൈൻഡും ഇല്ലല്ലോ. ഓ, എങ്ങനെ മൈൻഡ് ഉണ്ടാവും? എന്നാ കേട്ടോ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ഉഗ്രൻ ചാൻസ് കിട്ടി. പപ്പ ഇതൊക്കെ കുറെ കേട്ടതാണ്, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എടാ, ഇത് എപ്പോഴും പറയുന്ന പോലല്ല, സത്യം കേട്ടോ. നീ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ പേര് കേട്ടാണല്ലോ ശരിക്കും നിങ്ങൾ ഞെട്ടും. ബില്ലാതെന്നായിരിക്കും. അല്ല, സദ്ദാം ഹുസൈൻ. കൊച്ചുമാക്രി. നിങ്ങളുടെ വാക്കും കേട്ടെ നാട്ടുകാരെയും കൂട്ടുകാരെയും കൂട്ടി സിനിമയ്ക്ക് പോയതാ. 19 ആൾക്കാരുടെ ഇടയിൽ കുന്തം പിടിച്ച് നിൽക്കണു. ആകെ ചമ്മിപ്പോയി. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. പോകാൻ പറ്റട്ടെ. എന്താ മനുഷ്യ ഇത്? അതുപോലല്ല, ഈ പ്രൊഡ്യൂസറുടെ പേര് നീ കേട്ടിട്ട് പോയാ മതി. ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. ആ പ്രൊഡ്യൂസറുടെ പേരാണ് കനകൻ. സാക്ഷാൽ കനകരാജ്. ഞാൻ പറഞ്ഞില്ലേ ഞെട്ടുവെന്ന്? കർത്താവിന് നേരാ. ഇനി പറ, എനിക്ക് ആ റോള് കിട്ടില്ലേ? കനകച്ചേട്ടൻ മാത്രമേ ഉള്ളൂ, അതോ ആ കള്ളനും ഉണ്ടോ? പിന്നെ പുള്ളിക്കാരന്റെ സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ കൊള്ളാം. പഴയ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഓ, ഉത്തരവ് തമ്പുരാട്ടി. ഒന്ന് പോടി അവിടുന്ന്. പണ്ടെങ്ങാണ്ട് മുയല് വീണ് ചക്കയത്തെന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ സംഭവിക്കില്ല. പപ്പ അറിയില്ലെങ്കിൽ പറയണ്ട, ചക്ക വീഴാണ് മുയലാത്തത്. എന്തായാലും അത് ചത്തില്ലേ, പിന്നെ അത് വീണിട്ടാണോ ഇത് വീണിട്ടാണോ നോക്കിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അല്ലെങ്കിൽ ഉത്തരം കിട്ടുമ്പോ എല്ലാ പപ്പമാരും ഇങ്ങനെ തന്നെ പറയണത്. പോയി പഠിക്കടാ. പോയി പഠിക്കടാ. അവന്റെ ഒരു മുയലും ചക്കയും. അല്ല, അന്നമോളെന്തിയേ? മായച്ചിയുടെ വീട്ടിൽ പോയി. ആണോ? നീ എന്ന് അന്നമോളെ വിളിച്ചിട്ട് വാ. വന്നേ, പറയട്ടെ. മലയാള സിനിമയിൽ ഇതോടുകൂടി ഞാനൊരു സംഭവം പൊതുവെയുള്ള സംസാരം. ആര് പറഞ്ഞു? അല്ല, എന്റെ സംസാരമാണത്. തന്റെ മൂത്ത് കണ്ണില്ലടോ. എന്താ? അപ്പൊ തനിക്ക് ചെവി കേക്കില്ലേ? തന്റെ മൂത്ത് കണ്ണില്ലേന്ന്. ഇതൊക്കെ സ്ഥിരം ഡയലോഗല്ലേ, ഇതുവരെ ഒരു ചേഞ്ച് ഇല്ലേ? ഓഹോ, അപ്പൊ തനിക്ക് ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോ തനിക്കേറി മുട്ടെന്നൊന്നുമല്ലേ? സുന്ദരി എന്ന് ഉദ്ദേശിച്ചത് കുട്ടി തന്നെയാണോ? എനിക്ക് എന്താണോ കുഴപ്പം? സമയവും സൗകര്യം കിട്ടുമ്പോ കണ്ണാടി നോക്കിയാ മതി. ചിന്ന പൊണ്ണ് നമുക്കിട്ട. ചേച്ചി ഷോർട്ട് റെഡി. ചേച്ചി. ചേച്ചിയോ? ആരാണ് നിന്റെ ചേച്ചി? കോൾ മീ മാഡം. സോറി മാഡം, ഷോർട്ട് റെഡി. ഒരു ജ്യൂസ് ചോദിച്ചിട്ട് എത്ര നേരമായി? എവിടെ പ്രൊഡക്ഷൻ പോയി? പ്രൊഡക്ഷൻ ആരും ഇല്ലേ? എന്താ വേണം? ഓറഞ്ച് ജ്യൂസ് എവിടെയാടോ? ചോദിച്ചത് കേട്ടില്ലേ? പ്രൊഡക്ഷൻ ഓറഞ്ച് ഇല്ലായിരുന്നു. മാഡത്തിന് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് പറഞ്ഞോണ്ട് ടൗൺ വാങ്ങാൻ പോയിരിക്കാം. ഉടനെ വരും. കട്ടൻ ചായ പോലും കാണത്തില്ല. സാമി ഇത് എത്രയായി? എവിടെ റീന? എവിടെ? കോസ്റ്റിംഗ് കഴിഞ്ഞ് സാറേ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കണേന്ന്. അതിന് ഇത്ര സമയം വേണോ? ഇവക്കൊക്കെ എന്ത് അഹങ്കാര! എത്ര തവണ പറഞ്ഞാലും ഇവക്കൊന്നും മനസ്സിലാവത്തില്ല. ഇപ്പൊ വരാന്നാ പറഞ്ഞ സാറേ. ഓക്കെ ആന്റണി, നമുക്ക് റിഹേഴ്സൽ നോക്കാം. ഓക്കെ ഓക്കേടാ. ഓക്കെ, ശരി. ഓക്കെ. സാർ നമുക്ക് ടേക്ക് ഓവർ സാർ. ആരാത്?
സാർ ടേക്ക് സാർ ഓക്കെ.